ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹെയ്സുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ അത്. കുറേ പേര് എനിക്ക് കമൻറ്റ് ബോക്സിലും അല്ലാതെ പേഴ്സണലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വേഗം വീഡിയോ ഇടുമെന്ന്. ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഹെൽത്ത് വൈസ് ഐ എം നോട്ട് ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ഹെയ്സുമാ. ഹെയ്സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു വെരി. ഓർക്കാൻ പറ്റുന്നു. ഒരു ഉമ്മ കൊടുക്ക് ഏച്ചുമ്മയ്ക്ക്, ഒരു ഉമ്മ കൊടുക്ക്, ഒരു ബർത്ത്ഡേ ഉമ്മ കൊടുക്കടാ. പറയേ ഒരു ഉമ്മ കൊടുക്ക്, ഒരു ഉമ്മ കൊടുക്ക്. കുനി കുനിയടി ഒരു ഉമ്മ. ആയി ചേച്ചിന്റെ എന്താ സന്തോഷം. ഹായ്. ഞങ്ങൾ എണീറ്റ് പല്ലേപ്പോൾ കഴിഞ്ഞ് ഇവർ രണ്ടാളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചൊക്കെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കട്ടയും കല്യാണിയും ചെറുതും കൂടെ അമ്പലത്തിലൊക്കെ പോയി വന്നതേനു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവർ ഡ്രസ് കോഡിലൊക്കെയാണ് പോയത് ഗൈസ്. അതും അമ്മയും മോളും ട്വിന്നിങ് ആയിരുന്നു കേട്ടോ. ഇവർ സാരി വാങ്ങിച്ച് തയ്പ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കട്ടെ. ബൈ നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ, അവരെ മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ എന്നെയും കൂടെ എടുത്തു. ഞാനിതിലുണ്ടെന്ന് എനിക്കൊരു ഉറപ്പ് വേണ്ടേ. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോസ് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ എപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഹോണടീൻ്റെ ശബ്ദമൊക്കെ എന്തായാലും കേട്ടേ പറ്റുള്ളൂ. കാരണം ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലൊരു രക്ഷയില്ല കേട്ടോ. ഞാൻ എവിടെ നിന്നൊക്കെയോ മാറി ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ സഹിച്ചാൽ പറ്റുള്ളൂ. അങ്ങനെ നല്ല രസമല്ലേ ഡ്രസ്സ്. ഇതൊക്കെ എൻ്റെ രജിതേച്ചില്ലേ, എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിനെ കേട്ടോ തയ്ച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഡാഡി ഇത് അവിടെ നിന്ന് കഴിക്കുന്നു, ഞാനിത് ഇവിടെ നിന്ന് കഴിക്കുന്നു. എൻ്റെ ഇടയിൽ ഞാൻ ഇൻസുലിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കണം. അപ്പോൾ ഇനി ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങല്ലോ. ഇതൊക്കെ കട്ടേൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. കണ്ടോ, ക്യാമറ കാണുമ്പോൾ പലരും പല വഴിക്ക് ഓടുകയാണ് ഗൈസ്. സാധാരണ ഞാൻ എല്ലാവരും വെറുപ്പിക്കുന്ന അത്ര ഒന്നും എനിക്ക് വെറുപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ അച്ഛൻ ആരാന്ന് അച്ഛൻ്റെ വിചാരം. കൈയോണ്ട് കൊക്കയോണ്ട് മാങ്ങ വലിക്കാണ്ട് കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കേ, എന്തൊക്കെ അച്ഛൻ്റെ വിചാരമല്ലേ. പിന്നെ ഞങ്ങളെ മുറ്റത്തിനൊരു പ്രത്യേകത ഉണ്ട്. എത്ര അടിച്ചു വരിയാലും ഒരു 5 മിനിറ്റ്സ് ഏറിപ്പോയ 5 മിനിറ്റ്സ് കൊണ്ട് പഴയ സ്ഥിതിയിലാക്കി തരും കേട്ടോ. അത്രയും മരങ്ങളും കാര്യങ്ങളൊന്നും അധികമൊന്നും വെട്ടിപ്പോക്കിയിട്ടില്ല അവിടെ നിന്നൊന്നും. അതുകൊണ്ട് തന്നെ കുറേ ഇല വീഴാനുള്ള ചാൻസ് കൂടുതലുള്ള മുറ്റാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതാ വത്സം വെല്ലിച്ചനൊക്കെ വന്നിട്ടുണ്ട്. വന്ന് ജസ്റ്റ് മുഖം കാണിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. പിന്നെ ഇത് കല്യാണീൻ്റെ അച്ഛനും അമ്മയും വരികയാണ് കേട്ടോ. റീനമ്മയ്ക്ക് ഉണ്ണിയച്ഛനും പ്രാവശ്യം വരാൻ പറ്റിയില്ല കേട്ടോ. കാരണം നാളെ, അതായത് ഹേസുവിൻ്റെ ബർത്ത്ഡേനെ തൊട്ട് പിറ്റേ ദിവസമാണ് നമ്മളെ കിച്ചുട്ടൻ്റെ, അതായത് അപ്പൂൻ്റെ മോൻ്റെ 56. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവിടേക്കും പോകണമല്ലോ. അപ്പോൾ അവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് അമ്മയുടെ, അതായത് ഉണ്ണിയച്ഛൻ്റെ അവിടുത്തെ റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടി വരേണ്ടതല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാഞ്ഞത്. അങ്ങനെ രാജീവച്ചനെ കിട്ടിയപ്പോഴത്തേക്ക് അല്ലും തുമ്പിയൊക്കെ ഇതാ മേക്കേറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ചക്കര വരുന്നത് ഞാൻ ഭയങ്കര മാസ് ലുക്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ കുട്ടീനെ എന്ത് നൈസെടുത്ത് കവർ താഴെ വീണ്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ചക്കരയും അലൻ ചേട്ടനും, പിന്നെ ഇതാണ് അച്ഛൻ്റെ, അതായത് പാച്ചു അച്ഛൻ്റെ ചേച്ചിയാണ് ആ വരുന്നത് കേട്ടോ, വല്യമ്മ. അപ്പോൾ അല്ലൂട്ടൻ കാത്തിരുന്ന ആളാണ് ഈ വരുന്നത്, അലൻ ചേട്ടൻ. അലൻ ചേട്ടൻ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലൂസിന് വേറൊന്നും വേണ്ട, കാരണം കളിക്കാൻ ഒരാളായല്ലോ. ഇപ്പോഴും കുറേ പേർക്ക് സംശയമാണ് അച്ഛന് സിബ്ലിങ്സ് ആരാ ഉള്ളത്. അച്ഛനൊരു ചേച്ചി ഒരു അനിയത്തിയാണ് ഉള്ളത്. അനിയത്തി ഞങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഈശ്വരി ചെറിയമ്മ. ചേച്ചിയാണ് ഇപ്പോൾ വന്നത് വല്യമ്മ കേട്ടോ, സുജാത വല്യമ്മ. അപ്പോൾ പന്തലിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തുമ്പി വേഗം അലൻ ചേട്ടൻ്റെ മടിയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് അല്ലുവിനും തുമ്പിക്കും വീട്ടിലെ ആൾക്കാർ വരണം ഭയങ്കര സന്തോഷമാണ്. കാരണം കളിക്കാനൊക്കെ കുറേ ആൾക്കാരൊക്കെ ആയി കഴിഞ്ഞാലേ, അല്ലു ആണെങ്കിൽ കട്ട എവിടെയാ പോണത് എന്ന് നോക്കി നിൽക്കുകയാണ്. കാരണം ഓന് കട്ടേൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അല്ലുവിന് ഇങ്ങനെ ബൈക്കിലും കാറിലൊക്കെ ഇങ്ങനെ കുറേ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാട്ടൻ ഇവിടെ അല്ലല്ലോ. അപ്പോൾ ഇവരെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരെ വിടൂല. അപ്പോൾ കട്ട പോണ വഴിക്കൊക്കെ ഓനും പോകും കേട്ടോ. പന്തലിൻ്റെ പണിയൊക്കെ അത് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തലട്ട് നോക്കും. അതൊരു കണ്ടിന്യൂസ് വ്ളോഗൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയി എവിടെയും സൈഡായി ചിലപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേക്ക് അടുത്തെടുക്കാൻ വരിക. അങ്ങനെ കണ്ടില്ലേ. ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് എന്തോ ക്ലിപ്പെടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ ആണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഓട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സൈഡായിണ്ടേ. പിന്നെ ഉച്ചയ്ക്ക് ഇതാ എല്ലാവർക്കും കൂടെ മക്കളൊക്കെ നിലത്തിരുത്തിയതാണ്. ഹേസുവിന് നമുക്ക് പിറന്നാൾ സദ്യ വിളമ്പി കൊടുക്കണ്ടേ ദദിന്. അപ്പോൾ ചേച്ചീൻ്റെ അടുത്താണ് ഹേസുവിന് ഇരുത്താൻ വെച്ചത്. ആദ്യം ഇരുത്തി കഴിഞ്ഞാൽ അതൊന്നും വിളമ്പലുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം വിളമ്പിയിട്ട് അവളെ ഇരുത്താമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിർത്തിയിരിക്കണേ. അങ്ങനെ എന്തായാലും അവരൊക്കെ വിളമ്പട്ടെ. അത്യാവശ്യം എല്ലാം ഉള്ള സദ്യ തന്നെയായിരുന്നു കേട്ടോ. സദ്യേൻ്റെ ഭാഗത്തേക്കൊന്നും ഞാൻ പോയി നോക്കിയിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണിയും അമ്മയും എല്ലാവരും പാടെയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ, അശ്വിനീൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് എല്ലാവരും ഒന്നും ക്ലിപ്സ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പണ്ടത്തെ ഒരു അവസ്ഥയിലല്ലല്ലോ. ആലോചിച്ചാൽ പോരെ, ഫുള്ള് സൈഡാണ് ഞാൻ. കുറച്ച് നേരം ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര കിതപ്പാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല.
അങ്ങനെ അപ്പോൾ ഇതാ അവരിരുത്തി ഹേസുവിന് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. സംഭവം എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഓടി നടന്ന് ചാടി തന്ന് എല്ലാവരും വർത്താനം പറഞ്ഞ് മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു ടൈപ്പാണ്. പക്ഷേ ഇപ്പോഴൊന്നും ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ എൻ്റെ ഹെൽത്ത് ഇതൊക്കെ ആയതുകൊണ്ടാണ് അറിയാം. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞാലേ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. അതെന്തൊക്കെ അറിഞ്ഞൂടോ, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഹേസുവിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഒന്നും എനിക്കങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ആ സൈഡായിട്ട് ആ സ്റ്റെപ്പിൻ്റെ മുകളിലിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അശ്വിനിയൊക്കെയാണെന്ന് തോന്നി ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുറേയൊക്കെ അശ്വിനിയായിട്ടോ വീഡിയോസൊക്കെ എടുത്തെന്ന്. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ വന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചോ എന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. ആ ഒരു അവസ്ഥയിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ആക്റ്റീവ് ആവാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഹേസു ചേച്ചിപ്പണ്ണിനൊക്കെ തോണ്ടി വെക്കുന്നുണ്ട്, നീയും തിന്നു വേണമല്ലോ കൊച്ചു ഗള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ട എന്തെങ്കിലും ഇരിക്കുന്ന തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. തുമ്പിൻ്റെ കാര്യത്തിൽ ഈ ഒരു സമാധാനം കേട്ടോ എനിക്ക്. ഒക്കെ ഇങ്ങനെ വിളമ്പി കൊടുത്ത് നോക്കി ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. അല്ലുട്ടൻ അങ്ങനെയല്ല, അല്ലുട്ടൻ അപ്പോഴും എന്തെങ്കിലും വാരി കൊടുക്കണം. പിന്നെ നാരായണ ചേട്ടൻ ഉള്ളത് കൊണ്ട് നാരായണ ചേട്ടൻ്റെ മുമ്പിൽ വലിയ ആളായിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്നാലും ചോറൊന്നും പോലെ മിച്ചറൊന്നും പോലെയൊക്കെയാണ് ചോറൊക്കെ തിന്ന് നോക്കുക മൂപ്പര്. കുട്ടികൾ സദ്യ കഴിക്കുന്നതാണ് പ്രത്യേക ഒരു രസമാണ് അല്ലേ. എനിക്കിപ്പോഴും തുമ്പീനെയും അല്ലുവിനെയൊക്കെ അങ്ങനെ ഫസ്റ്റ് പിറന്നാൾ സദ്യ കൊടുത്തതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഓരോരോ ഒക്കേഷനിലാണല്ലോ നമ്മുടെ കല്യാണം, കുട്ടികളുടെ ബർത്ത്ഡേ, കുട്ടികളുടെ ഡെലിവറി, ഇതൊക്കെ ആലോചിക്കുക. അങ്ങനെ ഹേഷു അടിയിരുന്ന് കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഇനി ഒരു കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്താണെന്ന് വെച്ചാൽ ഈറ്റിങ്ങളൊക്കെ പിടിച്ച് ഉറക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ടാസ്ക്. അല്ലുവിനെ തുമ്പീനെയൊക്കെ പിടിച്ച് ഉറക്കണം. പക്ഷേ എനിക്കറിയാം നടക്കില്ല എന്ന്. അല്ലുവിനെ എസ്പെഷ്യലി തുമ്പീനെ പിന്നെയും ഇപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊണ്ടേ കിടത്താം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ ചേച്ചി അനിയത്തി ഇവർ ആദ്യം ഹേസുവിന് ഏറ്റവും ഇഷ്ടം അല്ലുവിനെയായിരുന്നു കേട്ടോ. അല്ലു എന്ന് വെച്ചാൽ അങ്ങോട്ട് അത് മതി ഓക്ക്. ഇപ്പോഴാണെങ്കിൽ അല്ലുവിനോട് ഇഷ്ടമുണ്ട്, എന്നാലും തുമ്പിയോളും കുറച്ചുകൂടെ കൂട്ടായി. ആദ്യം എന്നിട്ട് അല്ലുവും ഹേസും ഭയങ്കര കട്ട കമ്പനിയും, തുമ്പി ഇങ്ങനെ പുറത്ത് വയ്ക്കുക ഇന്നൊരു കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്ന് വെച്ചാൽ ഭയങ്കര കമ്പനി ആയിട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും കൂടെ എങ്ങനെയൊക്കെ അള്ളി പിടിച്ചാണ് ഈ സ്റ്റെപ്പിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞു രണ്ടാളും കൂടെ ഇതിൽ കൊള്ളൂല, ഞങ്ങൾ കുറച്ച് വിട്ടിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ. രണ്ടാളും കൂടെ അള്ളി പിടിച്ചാണ് അവിടെ കുത്തിരിക്കുന്നത്. എന്തായാലും ഹേസ് പിന്നെ ഒറ്റയ്ക്ക് ചോറ് വാരി എല്ലാവർക്കും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേഗം എല്ലാവരും തിന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ വിശന്ന ഒരവസ്ഥയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ പിറന്നാളുകാരി ആദ്യം കഴിക്കട്ടെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. പിന്നെ ഞാനൊരു നേരം അവിടെ അമാന്തിച്ചില്ല. വേഗം വന്നോ മക്കളെ നമുക്ക് വിളമ്പുകയെന്നും പറഞ്ഞിട്ട് ഞാനും അശ്വിനി അച്ഛനൊക്കെ കൂടെ വിളമ്പരം അങ്ങ് വേഗം ഏറ്റെടുത്തു. വേഗം ഇരുന്ന് കഴിക്കാമെന്ന്. കാരണം എനിക്ക് അത്രയ്ക്കും തല ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാകുമ്പോൾ ഷുഗർ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ടൈമിന് കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണത്. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഷുഗർ ലോ ആയി പോവുകയും പിന്നെ ഫുള്ള് ശരീരം കൊട്ടി വേർക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ക്ഷീണമാണ്. ഒന്നാമത് ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കൂടി ആയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൈഡാണ് കേട്ടോ. അപ്പോൾ വേഗം വിളമ്പുന്നു. ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ വിളമ്പുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും വയ്യ. അശ്വിനാർദിനെ കളിയൊക്കെ ചേച്ചീൻ്റെ മുഖം എന്താ ഇങ്ങനെ എത്ര ദേഷ്യത്തിലല്ലേ സങ്കടത്തിൽ വിളമ്പുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ കഴിച്ചാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ പേപ്പർ വാഴയിലയാണ് ഇത്തവണ വാങ്ങിയിട്ടുള്ളത്. കാരണം ഇനി ഇല മുറിക്കാൻ പോകാനൊക്കെ ടാസ്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒപ്പിച്ചു. അപ്പോൾ എല്ലാവരും പാടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ ഇരുന്നു കേട്ടോ. അടുത്തേലാണ് കട്ടയും കല്യാണിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കട്ട പുറത്ത് പോയിട്ട് പിന്നെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഫോനെ കാത്തു നിന്നിട്ടാണ് കല്യാണി സെക്കൻഡ് ട്രിപ്പിലിരുന്നത്. പിന്നെ ഇതാ കല്യാണീൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ രശ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി കേട്ടോ. നമ്മൾ മുമ്പൊക്കെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ചേച്ചീനെ. റാസ് മേക്ക് ഓവർ എന്നാണ്. അപ്പോൾ ചേച്ചിയാണ് കല്യാണിൻ്റെ ഹെയർ സെറ്റ് ചെയ്തത്. മേക്കപ്പ് ഒന്നും ചേച്ചിയല്ല ചെയ്തത്. മേക്കപ്പൊക്കെ സ്വന്തം ഓളൻ ചെയ്താൽ കേട്ടോ. തുമ്പീനെ മെല്ലെ ഇവിടെ പിടിച്ചുകൊണ്ടെന്ന് കിടത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് അങ്ങനെ ഉറങ്ങി ഒരുത്ത എന്താ അവിടെ ഇരുന്ന് ചിരിക്കുന്ന. അപ്പോൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി തരാൻ പറഞ്ഞ് രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇനി ഇവരുടെ റെഡിയാക്കുകയൊക്കെ വേണം. ആൺകുട്ടികളാകുമ്പോൾ നമുക്ക് ജസ്റ്റ് പാൻറ്റും ട്രൗസറോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്ത് ഒരു വാച്ചും കെട്ടി മുടി ഒന്ന് ചീവി കൊടുത്ത് വിട്ട് കഴിഞ്ഞ പരിപാടി. പക്ഷേ പെൺകുട്ടിയൊക്കെ അതല്ലല്ലോ. അല്ലൂട്ടൻ ഈ ചിരിയിരിക്കുന്നത് എന്താ പറയുക, ഇതൊന്ന് കഴിഞ്ഞിട്ടൊന്ന് പോകേണ്ടിയിരുന്നു എന്നുള്ള മട്ടിലാണ് കേട്ടോ. അമ്മ എടുത്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് പോകാമെന്നുള്ള മട്ടിൽ. പിന്നെ അതാ വൈശാഖേട്ടൻ വീഡിയോ കോൾ ചെയ്ത് വൈശാഖേട്ടൻ എല്ലാവരും കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് എനിക്ക് ഏറ്റവും മെയിൻ പരിപാടി. പിന്നെ ഞാനും കുറച്ച് നേരം വർത്താൻ പറയും. പിന്നെ എനിക്കും സമയം ഉണ്ടാവില്ല. പിന്നെ ഞാൻ സൈഡാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നൈസായിട്ടൊരു പണി കിട്ടി കറണ്ട് അങ്ങോട്ട് പോയിട്ടോ. ദൈവമേ ഇനിയിപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ എന്താക്കും എന്നൊക്കെയുള്ള ടെൻഷനിലായിരുന്നു എനിക്ക്. പിന്നെ ഇത്തവണ യാതൊരുവിധ ടെൻഷനും ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ എന്ത് ഇടുന്നോ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണ് ഇടുക അല്ലെങ്കിൽ എന്താ മേക്കപ്പ് ചെയ്യണോ ഒന്നുമില്ലായിരുന്നു. എന്തെങ്കിലും ഇട്ടിട്ട് അവിടെ നിന്ന് പോയി നിന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പുതിയ ഡ്രസ്സ് സെറ്റ് ചെയ്യുക ഒന്നും ചെയ്തില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ട ഡ്രസ്സായിരിക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഞാൻ ആ കോലത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയും എന്താ പറയുക അതൊന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. പക്ഷെ തുമ്പമ്മേനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഒന്ന് ഒരുക്കി റെഡിയാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ല അതോട് പോവുകയല്ല, അത് വേറെ കാര്യം. തുമ്പീൻ്റെ ഡ്രസ്സ് ഓൺലൈനൊന്നല്ല. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലൂട്ടൻ്റെ ബർത്ത്ഡേക്ക് അല്ലുവിന് എല്ലാവരും ഡ്രസ്സ് എടുക്കുമ്പോൾ സങ്കടമാവില്ല.
അപ്പോൾ ഓക്ക് റീനമ്മ എടുത്തു കൊടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോംബോ പിടിക്കുന്നത് കേട്ടോ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ തുമ്പീനെ ഞാൻ എന്നെക്കൂടെ പറ്റണ പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. ഇത് കല്യാണീൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ, തുഷാരേച്ചി. അപ്പോൾ ഇതാ ഹേസ് വേറെ ഡ്രസ്സിലൊക്കെയാണ് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഒരു യെല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഡ്രസ്സ്. അത് നമ്മൾ കുന്നമംഗലം ഫാമിലിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നേ. ഇങ്ങനൊരു ഷൂട്ടൊക്കെ പുറത്ത് നടക്കുന്നുണ്ടെന്ന് തന്നെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ അറിയണത് കേട്ടോ. കാരണം ആ സമയത്തൊന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ റെഡിയായി ഇറങ്ങുകയാണ്. ഇതാ തുമ്പമ്മേരെ ഔട്ട്ഫിറ്റ് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തത് തന്നെയാണ്. പിന്നെ കുട്ടിക്ക് ഐഷാഡോ അല്ലാതെ ഒന്നും പോവില്ല കുട്ടിയെ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ പിന്നെ ആ ഒരു അണ്ണാച്ചിക്കുളത്തിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഗൈസ്. പിന്നെ എനിക്ക് ഒന്നും, അതായത് ഈവൻ ആ ഡ്രസ്സിന് മാച്ച് ചെയ്തൊരു ഇയറിങ്സ് ഇടാനുള്ളൊരു മാനസികാവസ്ഥ പോലും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഏതോ ഒരു സാധാരണ സ്റ്റഡോ ഓൾറെഡി ഇട്ടുകൊണ്ടിരുന്ന സ്റ്റഡ് അത് തന്നെ ഇട്ടിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. കാരണം എനിക്ക് വയ്യായിരുന്നു, എനിക്ക് ഇനി വയ്യ എന്ന് പറയാൻ. അങ്ങനെ അപ്പോൾ പോകുന്നതിന് മുമ്പേ തുമ്പമ്മേനെ വെച്ചിട്ട് ഞാനൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ ആ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനെ സന്തോഷമായി. എൻ്റെ അല്ലൂട്ടനാണെങ്കിൽ പിന്നെ ഓടിക്കളിയാണ്, പുറത്തുനിന്ന് ഒച്ചപ്പാട് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലും അലനും കൂടെ എന്തോ കളിയിലാണ് കേട്ടോ. അപ്പം അല്ലുവിനെ നേരത്തെ റെഡിയാക്കി വിട്ടതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. എന്നാലും പേടിയാണ് ഓരോ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ആരെയും കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഹൈപ്പർ കളിച്ച് കളയും. അതുകൊണ്ട് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ ഫുൾ ടീം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനാണ് ഇപ്പോൾ മുകളിൽ താഴത്തേക്ക് ഇറങ്ങാൻ ലേറ്റായെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളെ ഇടത്തേമ്മ ഉണ്ട്, ഇതാ ചെറിയമ്മ, അതാണ് അച്ഛൻ്റെ അനിയത്തി ചെറിയമ്മ. ഈ നിൽക്കുന്നതായി പച്ചസാരിയാണ് അച്ഛൻ്റെ ചേച്ചി. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഇവിടെ കാര്യമായിട്ടുള്ള ഓട്ടത്തിലാണ്, എന്താ റെഡി ആവാൻ വേണ്ടിയിട്ട്. ചെറിയച്ഛനുണ്ട് അപ്പുറത്ത്, ഇത് മണിവല്യമ്മ, കുട്ടികൾ സംഘം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ എല്ലാവരുടെ അടുത്തും പോയി വർത്താൻ പറയാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ മണിവല്യം ഇത്തവണ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനും ഈഗളിൽ വെയിറ്റിംഗ് ആണ്. പിന്നെ പുറത്തിറങ്ങി നോക്കി, നമ്മളെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെബുത്തയാണ് ചെയ്തത്. ബറാക്ക ഇവൻറ്റ്സ്, നമ്മുടെ തുമ്പിയുടെയും അല്ലുവിൻ്റെയും ഒക്കെ ബർത്ത്ഡേസ് അവർ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. നമ്മുടെ ഹേസു ഇത് അവളുടെ അമ്മമ്മയുടെ അടുത്ത്, ഇതാണ് ഷീബമ്മ കേട്ടോ, കല്യാണിയുടെ അമ്മ. ആരൊക്കെ കമൻറ്റിൽ ചോദിച്ചിരുന്നു കല്യാണിയുടെ അമ്മേനെ കണ്ടിട്ടില്ല, എന്താണ് അമ്മ. അപ്പോൾ ഇതാ ഹേസു ഇത് അവിടെ ഉണ്ട്. നമ്മളെ കേക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടായിട്ട് മെൽട്ടായിട്ട് കണ്ടോ, ഇങ്ങനെ ആ സൈഡിലൊരു ജസ്റ്റ് മെൽട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ച് വെച്ചത് അറിയാത്ത രീതിയിലൊക്കെ വീഡിയോ എടുത്ത് സെറ്റാക്കി. എല്ലാം സെറ്റായിരുന്നു. അവിടേക്ക് ഒരു ഇരുടായിരുന്നു കേട്ടോ, ലൈറ്റ് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി വീഡിയോസിൽ. പക്ഷേ ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഹേസുവിൻ്റെ ഡ്രസ്സ് കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണ് കരയണേന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആക്ച്വലി ഇവർ 3 പേരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ വന്ന് നിന്ന് ഇവൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സെറ്റായി ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു മൂഡ് മാറി. അതുകൊണ്ടാണ് അവൾ കരഞ്ഞത്, അല്ലാതെ ഡ്രസ്സ് കംഫർട്ട് അല്ലാത്തതുകൊണ്ടല്ല. ആക്ച്വലി അവളുടെ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു തുമ്പീൻ്റെ ഡ്രസ്സിനേക്കാളൊക്കെ കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സായിരുന്നു തോന്നുന്നു. അതായത് വെൽവെറ്റ് ടൈപ്പായിരുന്നു ഡ്രസ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ആ മുകളിലുള്ള സാധനമാണോ എന്ന് വെച്ചാൽ അതൊരു സിൽക്കി ടൈപ്പാണ്, അതൊന്നും മേൽ കുത്തുന്ന ടൈപ്പൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ അവളുടെ മൂഡ് മാറിക്കഴിഞ്ഞാൽ അവളിങ്ങനെയാണ്, ഡ്രസ്സ് കംഫർട്ട് അല്ലാത്തതുകൊണ്ടല്ല. അവളുടെ മൂഡ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവളെ നമുക്കങ്ങോട്ട് എന്താ പറയുക സമാധാനിപ്പിച്ച് നമ്മളെ പാതയിൽ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഓളെ പാതയിൽ പോകാമെന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല കേട്ടോ. തുമ്പീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും അവൾ ഡ്രസ്സൊക്കെ മാറി പുറത്ത് വന്നപ്പം ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴും ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആകെ ഒരു ഉള്ള മൂഡൊക്കെ മാറി. പിന്നെ ആ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റി നമ്മൾ നോർമൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് തുമ്പീനൊന്ന് നമ്മളെ പിടിയിൽ ഒതുങ്ങിയത് കേട്ടോ. അവിടെ അതൊക്കെ നടക്കണ്ടേലും ഞാനിത് അവിടെ സൈഡായിരുന്നേ. എന്നെ കേക്ക് കട്ട് ചെയ്യാൻ അങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനൊന്നും പറ്റിയ ഒരു അവസ്ഥയേ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പിൽ അടങ്ങിയിരിക്കുകയത്, ഞാൻ ഒന്നിനില്ല നിങ്ങളൊക്കെ സെറ്റാക്കിക്കോളിന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ചെയ്ത്. അത്രയും സൈഡായിരുന്നു. പിന്നെ അത് അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അല്ലൂട്ടന് ഇത് അവിടെ പോയി നിന്നിട്ട് കിട്ടണ അക്കത്തിന് കേക്ക് കൊണ്ടി തിന്നുകയാണ്, എന്തോ ചെയ്യുന്നുണ്ട്. യേശുവിനെ വെച്ച് പിന്നെയും നമ്മൾ ചെയ്ത് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ വഴിക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നിർബന്ധിച്ചില്ല കേട്ടോ അവളെ. തുമ്പിക്ക് പിന്നെ കേക്കിനോടുള്ള പ്രേമം നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര കേക്ക് കിട്ടിയാലും മോള് കഴിച്ചോളൂ. അപ്പം ഈ കുട്ടിക്ക് ഡെമോ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ ചേച്ചി തിന്നു മോള് തിന്ന്. അപ്പോൾ ചേച്ചി തിന്നും മോള് തിന്നൂല കേട്ടോ. പിന്നെയും ചേച്ചി തിന്നോ മോള് തിന്നു. ഇങ്ങനെ മാമ കാട്ടിത്തരാം മോളെ എങ്ങനെയാ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നില്ലേ, അത് കൂട്ടായിരുന്നു. ചേച്ചി മാത്രം കഴിക്കുന്നുണ്ട്, കുട്ടി കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ അങ്ങനെ നിന്ന് കുറച്ച് ഓളെന്നോ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുത്തു.
അപ്പോഴത്തേക്കും നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അപ്പുറത്തുനിന്ന്. അപ്പം അവളൊന്ന് ഓക്കെ ആയിട്ട് നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, അല്ലെങ്കിൽ ഒരു ഫാമിലി പിക്കോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ഞങ്ങൾ. പിന്നെ കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, എസ്പെഷ്യലി ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആകുമ്പം നമ്മൾ ഇത്രയും കുഞ്ഞു മക്കൾ നമ്മൾ പറഞ്ഞനുസരിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ, അവർക്ക് തോന്നുന്നൊരു ഫീലല്ലേ. അപ്പോൾ യേസുമ്മ കുറച്ച് നല്ല കരച്ചിലായതുകൊണ്ട് പിന്നെ അധികം നിർബന്ധിക്കാൻ നിന്നിട്ടില്ല. എന്നാലും എല്ലാവരും ചുറ്റുപറ്റത്തിലൊക്കെ നിന്ന് നോക്കാൻ കേട്ടോ, എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ പോലെ, എങ്ങാനും ഹേസുവിന് മൂട് മാറിയാലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്ന് നോക്കി കണ്ടോ. അല്ലും തുമ്പി തോണ്ടി തിന്നത്, അതിൻ്റെ ഇടയ്ക്ക് തുമ്പി തോണ്ടിയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തതാട്ടോ. ഷോള് നീ തിന്നുന്നില്ലേ, വേണ്ട ഞാൻ തന്നെ തിന്നോളാം എന്ന് പറഞ്ഞിട്ട് സ്വന്തക്കങ്ങ് തിന്നു. അങ്ങനെ അപ്പോൾ കേക്ക് നല്ല അടിപൊളി കേക്ക് ആയിരുന്നു. പക്ഷേ മെൽറ്റ് ചെയ്തതിൻ്റെയും പിന്നെ അവർ വരുമ്പോൾ തന്നെ തട്ടിയിട്ടാണോ കൈ തട്ടിയിട്ടാണോ എന്നറിയില്ല, ഒരു ചെറിയൊരു പോർഷൻ അങ്ങനെ തട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ കേക്ക് ടേസ്റ്റ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മോഡലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒക്കെ കല്യാണീൻ്റെ ഐഡിയാസ് തന്നെയാണ്. കല്യാണിനാണ് സ്വയം എല്ലാം അങ്ങനെ ഈ ബർത്ത്ഡേ ഡെക്കറേഷനും അവളുടെ ഡ്രസ്സും കേക്കും എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മണി വല്യമ്മയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മേൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്. ഇത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. കാരണം ഞാനും ഈ ഗേളി വെയിറ്റിംഗ് ആണ്, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയും ഇമ്പളൊരു ടൈപ്പാണ് എന്ന് വെച്ചാൽ ഭയങ്കര സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതാ വല്യമ്മ ഇത്തവണ കൊടുത്ത ഗിഫ്റ്റ് എന്തായാലും അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു യുണീക്നെസ് ഫീൽ ചെയ്തു. അപ്പം ഇതിൻ്റെ ഐഡിയയുടെ പിന്നിൽ വല്യമ്മ തന്നെയാണെന്നാണ് വല്യമ്മ പറഞ്ഞിരിക്കുന്നത്. അല്ലും തുമ്പി ഹേസും പാടുള്ള കുറേ പിക്സ് വെച്ചിട്ടൊരു ഫ്രെയിം, വലിയൊരു ഫ്രെയിമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പിക്സ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് വിളിച്ച് നോക്കിയിട്ടുണ്ട്, അച്ഛാ തിരിച്ചു പിടിക്കുക കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ വീഡിയോസിൻ്റെ ഒന്നും പിന്നിലുള്ള കാര്യങ്ങൾ എൻ്റെതല്ല, അശ്വിനിയുടെയാണ് കേട്ടോ. അശ്വിനിയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, സാരി എടുത്തത് ചേച്ചി, മറ്റേത് അനിയത്തി കേട്ടോ. പിന്നെ അച്ഛനും ഇളയമൊക്കെ നമ്മളെ കൊലായിലിരിക്കുന്നുണ്ട്. ഞാൻ ഓടിപ്പിടിച്ച് പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ നടക്കാത്തതുകൊണ്ട് കുറേ പേരൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന്, തുമ്പമ്മ കേക്ക് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ബാക്കിലിരിക്കുന്നത് കട്ടേൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. പിന്നെ ഇത് നമ്മുടെ വിദ്യശേഷിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനൊക്കെ ഉണ്ട് ഇവിടെ, ഇളയമ അവിടെ ഇരിക്കുന്നുണ്ട്. കേക്ക് കട്ടിങ്ങോ കഴിഞ്ഞിട്ടേ മെല്ലെ ഞാൻ അകത്തേക്കൊന്ന് കയറി നോക്കിയാൽ എല്ലാവരെയൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം നമുക്ക് അറിയാത്ത ചില മുഖങ്ങളുണ്ടാവും. അത് കല്യാണീൻ്റെ അവിടെ നിന്ന് വന്ന ഫാമിലീസും കുറേ പേരെ കണ്ടിട്ടാ. അപ്പം എനിക്ക് എല്ലാവരും ഒന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. നമ്മളെ ഫ്രെയിം വല്യമ്മ കൊണ്ടുവന്ന ഫ്രെയിമാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അശ്വനിക്ക് വയ്യ ഗൈസ്, അശ്വനി തുമ്മി സൈഡാണ്. ഞാൻ തുപ്പുന്നത് വരെ കണ്ടൻ്റാണോ ചേച്ചി എന്ന് എന്നോട് ഇപ്പോൾ ചോദിച്ചു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഓടി നടന്ന് എല്ലാവരെയും നോക്കുകയാണ്, ആരൊക്കെ എവിടേക്കാണ് ഉള്ളതെന്നൊക്കെ നോക്കണമല്ലോ. കണ്ടോ എൻ്റെ മൂത്ത് നാത്തു നിൽക്കുന്ന കണ്ടോ. പിന്നെ ഇതൊക്കെ നാത്തുമാരാണ് കേട്ടോ. ഇത് അവരുടെ ഫ്രണ്ടാണ് ആര്യ. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മക്കൾ പിന്നെ ആസ് യൂഷ്വൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നോളൂല്ലോ. തുമ്പിയൊക്കെ ഓടി നടന്ന് കളിക്കുകയാണ് കേട്ടോ. ഇവർക്ക് എന്തോ സ്വർഗ്ഗമായിരുന്നു, വീട്ടിൽ ഇത്രയും ആൾക്കാരെ അങ്ങോട്ട് കിട്ടിയതല്ലേ. അപ്പോൾ അതൊക്കെ കട്ടൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. അങ്ങനെ ഞാൻ കുറച്ചേരൊക്കെ പുറത്തുനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മിനി അമ്മായിയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നേരത്തും കാലത്തും വന്ന അമ്മായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വൈശാട്ടിൻ്റെ അമ്മായിയാണ്. പിന്നെ ഇത് സിസ്റ്ററാണ് കേട്ടോ, മാലു. ഇത് അവരുടെ ഫ്രണ്ട്. അങ്ങനെ എല്ലാവരും ഞാനിങ്ങനെ ഓടി നടന്ന് ഇച്ചിരി നേരം കവർ ചെയ്യും. അപ്പം നമ്മളെ ചാർജ് എന്ത് ചെയ്യും, 10% പോകും. ഫോണിൻ്റെ ചാർജല്ല, എൻ്റെ ചാർജ്. അപ്പോൾ ഞാൻ പോയി ഇരിക്കും. എന്നിട്ട് ഒരു ഇച്ചിരി എനർജി കിട്ടുമ്പോൾ വീണ്ടും ഞാൻ വരും. അങ്ങനെയാണ് ഈ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാടെ നിന്നു. അപ്പോഴത്തേക്കും ഹേസുവിൻ്റെ മൂഡ് മാറി. അപ്പം നമ്മൾ അപ്പുറത്തുള്ള താത്തയും ഇക്കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹേസുവിൻ്റെ മൂഡ് മാറിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഹേസുവിന് അപ്പുറത്തേക്ക് കൊടുത്ത് ഞങ്ങൾ അങ്ങ് ഫോട്ടോ എടുത്തു. അല്ലാതെ പിന്നെ ഞങ്ങൾ എന്താക്കാനല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇനി ഇതാ കണ്ടോ, ഹേസു അപ്പുറത്ത് മാറി. ആരെ ബർത്ത്ഡേയുടെ എൻ്റെ അല്ലേ, എന്നെ വിളിക്കണമെന്നുള്ള മട്ടിലായിരുന്നു അവൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ഓൾ നിൽക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളെല്ലാവരും പാടെ എടുത്തു. വൈശാട്ടിനെ ഒരുപാട് മിസ് ചെയ്തു, വൈശാട്ടിനും കൂടെ വേണമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ അശ്വിനി ആരുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അശ്വിനിയും കയറി നിന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു ഫ്രെയിം അങ്ങോട്ട് തികഞ്ഞില്ല. ഹേസും വൈശാഖേട്ടനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫ്രെയിം ഫുള്ളായേനെ. അങ്ങനെ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പരിപാടി കളറായിരുന്നു. പിന്നെ ഇത് കല്യാണിയുടെ അച്ഛനും അമ്മയും ഒക്കെയാണ്. പിന്നെ ഇതാ നമ്മളെ 17 തികയാത്ത പാൽക്കാരൻ പയ്യൻ മുരളിയേട്ടനുണ്ടായിരുന്നു. പിന്നെ നിത്തുമോൾ ഇത് അപ്പോഴാണ് വരുന്നത്. ഇതൊരു നാത്തൂനാണ് കേട്ടോ, ചെറിയമ്മേൻ്റെ മോളാണ് നിത്തുവിൻ്റെ മക്കൾ. നിത്തു എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞു മോളാണ്, എന്നെക്കാളും മൂത്തതാണ് കേട്ടോ, വയസ്സുണ്ട്, വെള്ളം നിറച്ച് വയസ്സാന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി, എനിക്ക് കാല് നോക്കുന്നത് എന്താ പറയുക, എനിക്ക് കാലിനൊക്കെ വേദന എടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ സ്റ്റൂളിലൊക്കെ കാലൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മായി ഓരോ എനിക്ക് എന്നെ കൂടെ പറ്റുന്ന പോലെ ഇരുന്നിട്ടാണെങ്കിലും അതിലിനി പോകുന്നവരോടൊക്കെ വർത്താൻ പറയുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അണ്ണനും കരുണൊക്കെ വന്നത് ഏട്ടൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഏതാ അമ്മ മിഠായിയൊക്കെ കൊണ്ട് നടന്ന് അമ്മ എന്താ ഇട്ടത് എന്നോ അല്ലെങ്കിൽ സജഷൻ കൊടുക്കാനൊന്നും പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറയൂ കേട്ടോ, അമ്മ ഇതിട്ടാൽ മതി, അച്ഛൻ ഇതിട്ടാൽ മതി എന്നൊക്കെ. പക്ഷേ എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു പച്ചമയമായിരുന്നു, ഞാനും അമ്മയും അച്ഛനും ഒക്കെ. ഇതങ്ങനെ ഞാൻ കൊലായിലിരുന്ന് എല്ലാവരെയും നോക്കി കാണുകയായിരുന്നു. അവിടെ ഫോട്ടോഷൂട്ട് തകർപ്പനായി നടക്കുന്നുണ്ടായിരുന്നേ. ഹേസുമ്മ ഇപ്പെട്ട ഡ്രസ്സ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ, എൻ്റെ മൈശാട്ടിൻ്റെ വക. അപ്പം കണ്ടേ, ഇവനൊക്കെ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. വീട്ടിൽ എനിക്ക് ഇത്തിരി എനർജി കിട്ടുമ്പോൾ ഞാൻ പോയി വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കേക്ക് കട്ടിങ്ങോ കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2 മക്കളും ഇരുന്നത് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ടാ. പിന്നെ അല്ലുട്ടന് നിങ്ങൾക്കറിയാമല്ലോ, തുമ്പി ഒറ്റയ്ക്ക് വാരി തിന്നും. അല്ലുട്ടന് ഞാൻ വാരി കൊടുക്കും, എന്നാലേ എന്തെങ്കിലും കഴിക്കുള്ളൂ. അവൻ കഴിക്കും, എന്താ പറയുക, കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല നന്നായി കഴിച്ചു എന്നുള്ളത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഹെലനയൊക്കെ വന്നത്. അതെന്ന് വെച്ചാൽ കല്യാണിയുടെ കസിൻസാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ വെജ് ഉള്ളവർക്ക് ചപ്പാത്തി കുറുമക്കറിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അല്ലൂട്ടൻ അവിടെ നിന്ന് കുറച്ച് നേരം വാരി കൊടുത്തു. അവൻ അധികമൊന്നും കഴിച്ചില്ല, കളിക്കേണ്ട ഒരു തിരക്കിലാണ് കേട്ടോ. പിന്നെ കല്യാണിയുടെ ഡ്രസ്സ് അവൾ ക്ലോത്ത് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണേ. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമല്ലോ, എനിക്കറിയാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഓൺലൈനല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹേസുവിന് ഏട്ടനും ചേച്ചി എന്തെങ്കിലും കഴിക്കുന്നുണ്ട്, ഓക്കും വേണം കേട്ടോ. ഓക്കും കൊടുക്കുന്നൊന്നും നോക്ക് വേണ്ട. ഇത് കല്യാണീൻ്റെ ഫ്രണ്ടാണ് ആര്യ. അപ്പം തന്നെ നേരത്തെ വന്ന് നമ്മൾ സലിയിച്ച് ഉണ്ണിമാമനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം അവരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് അകത്ത് കയറി ഒരു ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനും അശ്വിനിയും ചക്കരയൊക്കെ കൂടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ കഴിച്ചിട്ട് ഇൻസുലിനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അകത്ത് പോയി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അത് നോക്കണമല്ലോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയച്ഛനും വലിയച്ഛനും പിന്നെ ഓരോ ചൊറിഞ്ഞിങ്ങനെ കുറച്ച് നേരം ഓരോ വയ്യാതെ നടന്ന് അത് ജയിച്ചേട്ടൻ കുരിശ് വരച്ച് കാണിക്കുക എൻ്റെ അടുത്ത്. ഞാനെന്താ യക്ഷിയോ? അങ്ങനെ പിന്നെ ഇതാ എല്ലാവരുടെ അടുത്തും എന്നെ കൂടെ പറ്റണ പോലെ ഞാൻ വായിട്ട് അലച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ നിത്തുമോൾ ഇനിയിപ്പോൾ ഏത് കാലത്താണ് വരിക എന്നറിയില്ല, പനിയും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു, വിളിച്ചിട്ടില്ല. നിത്തു മുഖം കാണിച്ചേ, അടുത്ത കൊല്ലല്ലേ കാണൂ. നിത്തു മുഖം കാണിച്ചോ? ആ ഇനി എപ്പോഴാ എൻ്റെ കുട്ടീനെ ഒന്നാമത്തെ പറഞ്ഞാല? യെസ് 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 യെസ്. വിദ്യേശി ഹോസ്പിറ്റലിലേക്ക് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചതാ, ലിസ്റ്റ് ഇട്ട് വെച്ചാ. ബായ്. ഓ അതിനു വരെ ഞാൻ അവിടെ നിന്നോളൂ. അപ്പൊ അവിടെ നിൽക്കൂ. അല്ല, ലൈറ്റിന്റെ പരസ്യം, രമേശ് ലൈറ്റ്. ലൈറ്റ് ആൻഡ് സൗണ്ട്, രമേശ് ലൈറ്റ് ആൻഡ് സൗണ്ട്. എടുത്ത് എല്ലാം എടുത്തേക്ക്, നിങ്ങളെല്ലാം എടുത്തേക്കുന്ന്. ഞാൻ എനിക്ക് വ്ളോഗിലേക്ക് അത് ഫ്ലെക്സ് അടിക്കുന്ന അപ്പൻ ഫ്ലെക്സിന് പരസ്യം. വെല്ലിച്ചനാണെ നടന്നതാ വീഡിയോ ഫോട്ടോ എടുക്കുന്നത്. എന്താ കിട്ടുണ്ടോ? നീ വെല്ലിച്ചനോട് പോയിക്ക് കോളം തകേട്ടൻ കിട്ടി. എല്ലാം വയസ്സായവരും നിൽക്കുന്നു അങ്ങനെ പറയും. ഇപ്പൊ എല്ലാവരും അവിടെ ഇറങ്ങി ഓടും. അങ്ങനല്ല, എല്ലാ വയസ്സായവരും അവിടെ പോയി നിൽക്കൂ. ഞാൻ ഇവിടെ വ്ളോഗാ എടുക്കുന്നത്. ആ കണ്ടോ? അതല്ല വെല്ലിച്ച, ഞാൻ ഇപ്പൊ പറഞ്ഞ എല്ലാ വയസ്സായവരും പോയി നിൽക്കുന്നു. അപ്പൊ നിങ്ങളും പോയി നിന്നിട്ടോ. ആ ഞങ്ങളുടെ ഈ പ്രകടനത്തിന്റെ സമയത്തൊന്നും ഇവിടെ ആരും ഇല്ല കേട്ടാ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് പിന്നെ ഞങ്ങളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ഹേസുവിൻ്റെ ഈ ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു ക്രിസ്മസ് ഷൂട്ടിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതാണ്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ സെബുത്തേൻ്റെ ഡെക്കറേഷൻ ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ കല്യാണീൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കല്യാണിയുടെ കസിൻസ്, അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അനിയൻ, വൈഫ്, മക്കൾ, ഇവരെല്ലാവരും പിന്നെ ലാസ്റ്റ് ആട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവരൊക്കെ ഇറങ്ങുകയാണ്. അവർക്കൊക്കെ ടാറ്റാ ബൈ പറയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പരിപാടികളാണ് ഇതൊക്കെ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അപ്പോൾ ഇവിടെ 2 പൂമ്പാറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂമ്പാറ്റ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. പുതിയ പേരുകളിൽ ഞങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അശ്വിനിയുടെ മിയാസ്മിരിക എന്ന് പറഞ്ഞ കുറേ വീഡിയോസാണ്. കുട്ടീൻ്റെ പിറന്നാൾ വരുന്നുണ്ട്, അന്ന് നമുക്ക് സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നേരത്തെ അങ്ങ് സെറ്റാക്കാനാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ മിനിയമ്മായി. ഞങ്ങളിപ്പോൾ പുതിയ പേരിട്ടിരിക്കുന്നു പൂമ്പാറ്റ മിനി.
എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ പൂമ്പാറ്റ ചക്കര. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇവളുടെ പിക്കാണ് എടുത്തത്. അപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ എല്ലാവരും നിർത്തി. അടുത്തതാണ് മിയാസ്മരിക നിറഞ്ഞ പോസ് കണ്ടോ, പൂമ്പാറ്റ അശ്വനി. പക്ഷെ ഞങ്ങളുടെയൊക്കെ നേതാവ് വരുന്നേ ഉള്ളൂ, പൂമ്പാറ്റ രമേശൻ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഓ, എന്നെ കൊണ്ട് വയ്യ. ഇനി അവരെ മാത്രം ട്രോൾ ചെയ്യുന്ന അവർക്ക് തോന്നേണ്ട വെച്ചാൽ ഞാനും കൂടെ നിന്നു. അങ്ങനെ പൂമ്പാറ്റ ദൃശ്യയും പൂമ്പാറ്റ രമേശനും കൂടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തതോടുകൂടി ഞങ്ങളത് അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പൂമ്പാറ്റ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ടാറ്റ ബൈബൈ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ബിബിനെ വല്യച്ഛനെ ഏൽപ്പിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്യച്ഛൻ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഓൻ്റെ കൂടെ ഇതാ പോകുന്ന. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയല്ലേ, ആ അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ സംഘത്തു നിന്നുള്ള ചേട്ടന്മാരെല്ലാവരും കൂടെ വന്നത്. പിന്നെ ഓരോരുത്തർ എല്ലാവരുടെ വർത്താൻ പറഞ്ഞ് അച്ഛനോർക്ക് ഫുഡോ കൊടുക്കുന്നതിന് മുമ്പേ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞവർ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ സ്റ്റേജിൻ്റെ അവിടെ പോയി നിന്ന് നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. അച്ഛൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീഡിയോയും എടുത്തു. അങ്ങനെ ഗൈസ്, നമ്മുടെ ഹേസുമ്മയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നല്ല സന്തോഷമായിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് നല്ലൊരു കുഞ്ഞു ഫങ്ഷനായിട്ട് അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടും. കാരണം കുറേ പേര് നമ്മുടെ ഹേസുവിനെ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, പേഴ്സണലി മെസ്സേജ് അയച്ച് കമൻറ്റ് ബോക്സിലൊക്കെ തുരുതുരാ കമൻറ്റ്സ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പേഴ്സണലി വന്ന് റിപ്ലൈ തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അറിയാമല്ലോ നമ്മളെ അവസ്ഥ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഞാൻ അതിന് യൂസ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, എല്ലാവരുടെയും സ്നേഹത്തിന്. അതുപോലെ തന്നെ ഇനിയും സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹേസുവിന് എല്ലാവരും തന്നിരിക്കുന്ന ആ ഒരു ഹാപ്പി ബർത്ത്ഡേ ബ്ലെസ്സിങ്സും ആ സ്നേഹവും ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നു. തിരിച്ചും ഞങ്ങളുടെ സ്നേഹം നിങ്ങളെ അറിയിക്കാൻ കേട്ടോ. അടുത്ത ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. അത് സ്പെഷ്യൽ വീഡിയോ ആണ്. ബൈ.